വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം ആരംഭിച്ചത് ഈ അടുത്താണ്. കേരളത്തിന്റെ അഭിമാന നേട്ടമെന്ന നിലയിൽ പലരും ഇതിനെ വാഴ്ത്തിപ്പാടുകയും ഉണ്ടായി. എന്നാൽ സർവീസ് തുടങ്ങി വളരെ കുറച്ചു നാളായപ്പോൾ തന്നെ വിഴിഞ്ഞത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ കടലിൽ വൻ ദുരന്തമുണ്ടാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന കപ്പൽ കടലിൽ ചെരിഞ്ഞത്. കൊച്ചി തീരത്തു നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ ചെരിഞ്ഞ MSC എൽസ 3 എന്ന ചരക്കു കപ്പൽ ഏതാണ്ട് പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കപ്പൽ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കപ്പൽ പൂർണ്ണമായും മുങ്ങുകയായിരുന്നു. അതോടുകൂടി കപ്പലിൽ അവശേഷിച്ചിരുന്ന കണ്ടെയ്നറുകളെല്ലാം തന്നെ കടലിൽ പതിക്കുകയാണ് ഉണ്ടായത്. കേരളത്തിൽ അപൂർവമായി മാത്രമാണ് കപ്പൽ അപകടം ഉണ്ടാകാറുള്ളത്. ഇത്രയേറെ കണ്ടെയ്നറുമായി എത്തിയ കപ്പൽ ഇത്ര വലിയ അപകടത്തിൽപ്പെടുന്നതും ആദ്യമായി തന്നെ. രക്ഷാപ്രവർത്തനത്തിലടക്കം ഇതിന്റെ പരിചയക്കുറവ് നിഴലിച്ചുവെന്നതാണ് വിലയിരുത്തൽ. 26 ഡിഗ്രി ചെരിഞ്ഞ നിലയിലായിരുന്നു കോസ്റ്റ് ഗാർഡ് എത്തുമ്പോൾ ഉള്ള കപ്പലിന്റെ അവസ്ഥ. കപ്പൽ ഉയർത്താൻ സാധിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതീക്ഷയെങ്കിലും കപ്പൽ കൂടുതൽ ചെരിയുകയും കൂടുതൽ കണ്ടെയ്നറുകൾ വീണ്ടും കടലിൽ പതിക്കുകയും ചെയ്തതോടുകൂടി നിവർത്തൽ അസാധ്യമായി മാറുകയായിരുന്നു. സുരക്ഷ കണക്കിലെടുത്ത് അവശേഷിച്ച 3 പേരെയും കപ്പലിൽ നിന്നും നാവികസേന രക്ഷിക്കുകയുണ്ടായി. കണ്ടെയ്നറുകൾ പൂർണ്ണമായും കടലിൽ പതിച്ചതോടെ കടുത്ത പാരിസ്ഥിതിക പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇനിയും ഇന്ധനം ചോർന്നാൽ അത് കടലിലെ ജീവികളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ധനം കൂടുതൽ ചോരാതിരിക്കുന്നതിനാകും ഇനി മുൻഗണന നൽകുക. ഇപ്പോൾ വീണ ഇന്ധനങ്ങൾ കപ്പലിൽ ഉപയോഗിക്കുന്ന ബങ്കർ ഓയിൽ ആയിരിക്കാമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കടലിൽ വീണ കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ തീരത്തെത്താനാണ് കൂടുതൽ സാധ്യത എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. തിരുവനന്തപുരം തീരത്തെത്താൻ വിദൂര സാധ്യതയുമുണ്ട്. ഇന്ന് ഉച്ചയോടെ കണ്ടെയ്നറുകൾ തീരത്ത് അടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ആലപ്പുഴ, എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചിട്ടുണ്ട്. ക്യാപ്റ്റനെയും 2 ജീവനക്കാരെയും രാവിലെ കപ്പലിൽ നിന്നും മാറ്റിയിരുന്നു. കപ്പൽ കടലിൽ മുങ്ങുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാരെ മാറ്റിയത്. കപ്പൽ നിവർത്താനും കണ്ടെയ്നറുകൾ മാറ്റാനും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ രാവിലെ എത്തിയിരുന്നു. നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളും സ്ഥലത്തുണ്ടായിരുന്നു. മോശം കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം വിഫലമാവുകയായിരുന്നു. ലൈബീരിയൻ പതാക വഹിക്കുന്ന MSC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. 184 മീറ്റർ നീളവും 26 മീറ്റർ വിസ്താരവുമുള്ള കപ്പലാണ് MSC എൽസ 3. 400ഓളം കണ്ടെയ്നറുകളോട് കൂടിയാണ് കപ്പൽ യാത്ര തിരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 4:30 കൊച്ചിയിലെത്തേണ്ടതായിരുന്നു. 1997 നിർമ്മിച്ച കപ്പലാണിതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത്. ഒരു ഫീഡർ കപ്പൽ ആയതിനാൽ തന്നെ മാതൃ കപ്പലിൽ നിന്ന് വിവിധ തുറമുഖങ്ങളിലേക്ക് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരുന്ന കപ്പലാണിത്. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും പുറപ്പെട്ട ചരക്ക് കപ്പൽ കൊച്ചി പുറംകടലിലാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളുള്ള ഇന്ധനമടക്കം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1:25 കപ്പൽ 26 ഡിഗ്രി ചെരിഞ്ഞുവെന്നും കണ്ടെയ്നറുകളിൽ ചിലത് കടലിൽ വീണെന്നുമുള്ള സന്ദേശം തീരസേനയുടെ രക്ഷാകേന്ദ്രത്തിൽ ലഭിച്ചത്. തുടർന്ന് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് തീരസേനയുടെ ഡോണിയർ വിമാനവും പട്രോൾ യാനങ്ങളായ ICGS അർണവേഷ്, ICGS റക്ഷക് എന്നിവയും നാവികസേനയുടെ പട്രോൾ യാനമായ INS സുജാതയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ശക്തമായ കാറ്റിനെ തുടർന്നാണ് അപകടമെന്നും കരുതുന്നുണ്ട്.